ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ഫ്രം ജിദ്ദ. ഞാനൊരു ഡിഗ്രി എടുത്തു, മാസ്റ്റർ ഡിഗ്രി എടുത്തു, അതുകൂടാതെ കുറേ ആഡ് ഓൺ കോഴ്സസ് ചെയ്തു. അവസാനം ഹസ്ബൻഡിൻ്റെ ഫാമിലി വിസയിൽ ഗൾഫിലേക്ക് വന്നു. എന്നിട്ടും എനിക്കെന്താ ജോബ് കിട്ടാത്തത്? ഞാനിതാ ഡിപ്രഷനിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കറിയില്ല ഞാൻ എവിടെ സ്റ്റാർട്ട് ചെയ്യണം, ഇനി ഞാൻ എന്ത് പഠിക്കണം. ഇങ്ങനെ ഒരാൾ എൻ്റെ അടുത്ത് ഫോൺ ചെയ്തിട്ട് പറയുന്നു. ഞാൻ ആളെടുത്ത് പറഞ്ഞു, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ആഡ് ഓൺ കോഴ്സ്, ആവശ്യത്തിലും കൂടുതൽ ക്വാളിഫിക്കേഷനും ആഡ് ഓൺ കോഴ്സ് ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ പറഞ്ഞ അവരുടെ അടുത്ത്, നമുക്കൊന്ന് സൂം മീറ്റിങ്ങിൽ ഇരിക്കാൻ പറ്റുമോ? ഒരു അരമണിക്കൂർ സൂം മീറ്റിങ്ങിലിരുന്നു. ഞാൻ ആളെ കേട്ടതിൻ്റെ ശേഷം പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളൊന്ന് മാറ്റിപ്പിടിക്കാൻ പറ്റുമോ? ബി പോസിറ്റീവ്. ഞാൻ പറയുന്ന പോലെ ഒന്ന് ഫോളോ ചെയ്യും, നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇത് ഞാൻ അവരുടെ അടുത്ത് പറയുന്ന സമയത്തും 95% എനിക്കറിയായിരുന്നു ഇവർക്കൊരു ജോബ് ആക്കി കൊടുക്കുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഡിഗ്രി ഉണ്ട്, അഡ്ജസ്റ്റഡ് ആണ്, ഹസ്ബൻഡ് വിസയിലാണ്, പെട്ടെന്ന് ജോലി കിട്ടാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊന്ന് മാറ്റിപ്പിടിക്കണം. ഇങ്ങനെ ഇവരുടെ CV-യിൽ ഒരു കറക്ഷൻ വരുത്തി, ആളുടെ ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലും ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ആൾക്ക് കുറച്ച് ടിപ്സൊക്കെ കൊടുത്തിട്ട് കുറച്ച് സ്കൂളിൻ്റെ നെയിംസ് കൊടുക്കുകയാണ്. അന്നേരം ആൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഹസ്ബൻഡ് ഇന്ന് കുറച്ച് ബിസിയാണ്, സോ ഞങ്ങൾ ഈ ഒരു 4 സ്കൂളിൽ പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് മിസ്സേ, പോയി നോക്കാമല്ലേ എന്ന്. അങ്ങനെ ആളടുത്ത് ഞാൻ പറഞ്ഞു, വന്നതിൻ്റെ ശേഷം അവരെന്താണ് ചോദിച്ചത്, ഇൻ്റർവ്യൂ എൻ്റെ അടുത്തൊന്ന് പറയും. ഞാൻ അവർക്കുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തു എന്നുള്ള കോൺഫിഡൻസിൽ ഞാൻ ഇരിക്കുന്നു. ഇത് സംഭവിക്കുന്നത് ഒരു സാറ്റർഡേ ആണ്. അങ്ങനെ ഒരു ഈവനിങ് എന്ന് പറയുമ്പോൾ ഒരു 3:30 4 o'clock എനിക്കൊരു കോള് വരുന്നു. മിസ്സിനെ ഞാൻ കുറേ വിളിച്ചു, ബട്ട് ഫോൺ എടുക്കുന്നില്ല. ആ സൗണ്ട് മോർണിംഗ് എന്നെ വിളിച്ചതിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എവിടേക്കോ ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻറ്റ് ലെവൽ ആ സംസാരത്തിൽ കാണാം. പിന്നെ ആൾ നിർത്താതെ സംസാരിക്കുകയാണ് എൻ്റെ അടുത്ത്. മിസ്സേ, ഞാൻ പോയ 4 സ്കൂളും മിസ്സ് പറഞ്ഞത് തന്നെ സംഭവിച്ചത്. ഞാൻ അവിടെ പോകുമ്പോൾ ഇവരിങ്ങനെ ചോദിച്ചത്, മിസ്സാ പറഞ്ഞില്ലേ, അതെന്നെ സംഭവിച്ചു, ഇതെന്നെ സംഭവിച്ചു. അവിടെ അവരുടെ കോൺഫിഡൻസും കൂടി, അതേസമയം അവർക്ക് അതിനു വേണ്ട ട്രെയിനിങ് കൊടുത്തു വിട്ട എൻ്റെ കോൺഫിഡൻസ് ലെവലും കൂടിപ്പോയി. പിന്നെ ഇത് വെച്ചിട്ട് ഞാൻ വേറെയും ആളുകൾക്ക് അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആൾക്ക് ജോബ് കിട്ടുന്നു, കുറേ ആളുകളുടെ റിവ്യൂസ് എടുക്കുന്നു. പിന്നെ കഥ മാറി തുടങ്ങി. പിന്നെ ആളുകൾ ചിലരൊന്നും ജോബ് കിട്ടിയാൽ എന്നോട് പറയാൻ ഇവർക്കൊരു പേടി. കാരണം എന്താണെന്നറിയോ, ഞാൻ റിവ്യൂ വീഡിയോ ചോദിക്കും. എല്ലാവർക്കും അങ്ങനെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ചിലരൊന്നും എന്നോട് ജോബ് കിട്ടിക്കഴിഞ്ഞാൽ മിണ്ടൂല, കിട്ടുന്നത് വരെ അവരെൻ്റെ കൂടെ ഉണ്ടാവും. ബട്ട് നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എല്ലാവർക്കും അങ്ങനെ വന്നിട്ട് പബ്ലിക്കായിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് ജോബ് റിസൈൻ ചെയ്ത സമയത്ത് എനിക്കൊരു 6 month കൂടെ ഉണ്ട്. ഈ സമയത്ത് എനിക്ക് എൻ്റെ PhD-യിൽ ഫോക്കസ് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു, കുറച്ചും കൂടെ ആളുകൾക്ക് അറിയാത്ത കാര്യം അല്ലേ, നമുക്കിത് അറിയാം, ഇത് എത്ര ഈസി ആയിട്ട് കിട്ടുന്നതാണെന്നുള്ളത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം, ജോബ് കിട്ടട്ടെ. അങ്ങനെയാണ് ഞാൻ എൻ്റെ ട്രെയിനിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 2024 October 31 എൻ്റെ ഫെയർവെൽ, സ്കൂളിലെ ഫെയർവെല്ലും കഴിഞ്ഞ് ഞാൻ ഇറങ്ങുന്ന സമയത്താണ് ഞാനൊരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു. നമ്മുടെ ഫസ്റ്റ് ബാച്ച് CV, കവർ ലെറ്റർ, കാര്യങ്ങൾ കൊടുക്കുന്നു. ക്ലാസ് കിട്ടിയവരെല്ലാം ഹാപ്പി. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഒരു ട്രെയിനറാണോ എന്ന്. കാരണം നമ്മൾ പാഷനോടൊരു കാര്യം ചെയ്യുമ്പോഴാണ് നമ്മൾക്കത് ആളുകൾക്ക് അത്രയും നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് എത്ര നോളജ് ഉണ്ടായിട്ടും കാര്യമില്ല, നമ്മൾക്കത് പാഷൻ ഇല്ല, നമുക്കത് ബോറിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ. അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഞാനൊരു സ്കൂളിൽ നിന്ന് ജോബ് റിസൈൻ ചെയ്തത്. ഇതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം തന്നു. ആളുകൾക്ക് ഞാൻ കൊടുത്ത കാര്യം അവർക്ക് യൂസ്ഫുൾ ആവുന്നു. പിന്നെ ഞാൻ അടുത്ത ബാച്ച് തുടങ്ങുന്നു. അങ്ങനെ 7th ബാച്ചിൽ ഞാൻ എത്തി നിൽക്കുമ്പോൾ വീണ്ടും ആളുകൾ വന്നിട്ട് അടുത്തത് ഞങ്ങൾക്ക് ഡെമോയും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ മിസ് ഒന്ന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഞാൻ അടുത്തത് ഡെമോൺസ്ട്രേഷന്, പ്രൊബേഷൻ പീരീഡ് കാര്യങ്ങൾ കൊടുത്തു. ഇതിൽ കൊടുത്ത പലർക്കും ജോബ് കിട്ടുന്നു. ഇതെൻ്റെ കോൺഫിഡൻസ് ലെവലും കൂട്ടുന്നു. അത്രയും ടെൻഷൻ അടിച്ചിട്ട് നിന്നിട്ടില്ല, അവർ ഹാപ്പി ആകുന്നു, അവരുടെ കോൺഫിഡൻസ് ലെവലും കൂടുന്നു. അങ്ങനെ ഇവർ ക്ലാസ് എടുത്തവരെ കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡേഷൻ കൊടുക്കുന്നു. അങ്ങനെ അവർ സജസ്റ്റ് ചെയ്തിട്ട് കൂടുതൽ മെമ്പേഴ്സ് വരുന്നു. ഇതിൻ്റെ ഇടയിൽ ആളുകൾക്ക് ഓഫ്ലൈൻ ക്ലാസ് വേണം, കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കണം.
അങ്ങനെയാണ് നമ്മൾ വീണ്ടും ഒരു ബാച്ചും കൂടെ കൊടുത്തു. അങ്ങനെ 8th ബാച്ച് CV-യുടെ ബാച്ചും ഒരു ബാച്ച് ഡെമോൺസ്ട്രേഷന്, ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊബേഷൻ, അങ്ങനെ 9 ബാച്ച് നമ്മൾ കൊടുത്തു. പിന്നെ നമ്മൾ നമ്മുടെ കാര്യങ്ങളായിട്ട് തിരക്കിലേക്ക് പോവാണ്. ഇതേ സമയം കഴിഞ്ഞ ഓഗസ്റ്റിൽ കുറച്ച് ആളുകൾക്ക് ഞാനൊരു പ്രോമിസ് കൊടുത്തു. നിങ്ങളെ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലെ സബ്ജക്റ്റ് ടീച്ചറാക്കാൻ ട്രെയിനിങ് ഞാൻ തരും. കാരണം ഞാൻ വന്ന വഴികൾ, ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുത്തത് ഏതാണ് സക്സസ് ആയതെന്ന് നമുക്കറിയും. അങ്ങനെ അവരുടെ പിന്നെ എൻ്റെ പിറകെ വരുന്നു. ഇവർക്കെല്ലാം IGCSE A ലെവലിൻ്റെ ട്രെയിനിങ് ക്ലാസ് വേണം. സെയിം ടൈമിന് നമ്മൾ CV കൊടുത്തവരും ബാക്കി ഡെമോൺസ്ട്രേഷൻ, പ്രൊബേഷൻ പീരീഡ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഏത് കൊടുക്കണം? അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് 10th ബാച്ച് കംപ്ലീറ്റ് ഒരു ഇൻ്റർനാഷണൽ സ്കൂൾ ട്രെയിനിങ് ബാച്ച്. CV, കവർ ലെറ്റർ, ഇമെയിൽ ടു HR. നമ്മൾ എന്താണെന്ന് കാണിക്കുന്നത് നമ്മുടെ CV-യിലാണ്. ആ CV ഉണ്ടാക്കാൻ ആർക്കും അറിയും അല്ലേ? ഒരു വേർഡ് ഫയൽ അത് PDF-ലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ക്യാൻവയിൽ നമ്മൾ ഫ്രീ ക്ലാസ്സിലൊക്കെ കാണിക്കുന്നതാണ് അല്ലേ? അതല്ല CV-ക്കകത്ത് എന്താണോ ഒരു എംപ്ലോയർ നോക്കുന്നത് അത് നമ്മൾ ആഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ പകുതി നിങ്ങൾക്ക് ജോബ് കിട്ടി. കാരണം നിങ്ങൾ ആരാന്നുള്ള പ്രൊഫൈല് ഒരു 1 or 2 പേജിൽ ഒതുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? അതാണ് നിങ്ങളുടെ ഫസ്റ്റ് സക്സസ്. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് വർക്ക് നിങ്ങൾ കാണിക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ നമുക്ക് ഇമെയിൽ അയക്കുമ്പോൾ കൊടുക്കേണ്ട കാര്യമാണ് കവർ ലെറ്റർ. ഈ കവർ ലെറ്റർ എന്താണ്, എങ്ങനെ എഴുതണം? നമുക്ക് ഒരുപാട് നമ്മളെക്കുറിച്ച് എഴുതാനാകുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റോറി പറയാനുണ്ടാവും. ഇതെല്ലാം കൂടെ വായിക്കാൻ എംപ്ലോയർക്ക് സമയമുണ്ടോ? ഇല്ല. ഇത് ഷോർട്ട് ആൻഡ് ബെസ്റ്റ് ആയിട്ട് അവർ വായിക്കുമ്പോൾ അവർക്ക് കാണണം ഓരോ പോയിന്റും. അങ്ങനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? അത് ചെയ്ത് നമ്മൾ ഇത് രണ്ടും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഇതെങ്ങനെ ഒരു എംപ്ലോയർ കാണും? ഇത്രയും നല്ലൊരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സർ ഉണ്ട്, അവർക്ക് നമ്മൾ അറിയുന്നില്ല. അപ്പം എന്താണ്, 100 കണക്കിന് ഇമെയിൽ വന്ന് കിടക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് നമ്മളെ ഇമെയിൽ ക്ലിക്ക് ചെയ്യാതെ അവർ പോവില്ല. അത് ഇത് നിങ്ങൾക്ക് ഗൂഗിളിലോ ChatGPT-യിലോ കിട്ടില്ല. നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് പിന്നെ ഫ്രണ്ട്സിന് കൊടുത്തു, അപ്ലൈ ചെയ്തവർക്കെല്ലാം ജോബ് കിട്ടിയ ഒരു ഐഡിയ. യെസ്, സബ്ജക്റ്റ് ലൈനിൽ കംപ്ലീറ്റ് ഒരു ലോങ് ലൈനാണ് സബ്ജക്റ്റ് കൊടുക്കേണ്ടത്. ഷോർട്ട് ആക്കണ്ട, മാറ്റി പിടിക്കണം. ഇത് പറഞ്ഞു കൊടുത്തും ആളുകൾക്ക് ജോബ് കിട്ടുന്നു. അങ്ങനെ നമ്മളെ ഇമെയിൽ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുന്ന സമയത്ത് അടിപൊളി കവർ ലെറ്റർ, അതിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കൊള്ളാലോ, അതവർക്ക് തോന്നണം. അത് കഴിഞ്ഞ് അവർ ക്ലിക്ക് ചെയ്യുന്നത് എന്താണ്? CV. അടിപൊളി CV ഡൗൺലോഡ്. ഉടൻ തന്നെ അവർ വിളിക്കുകയാണ്, വരുമോ നാളെ ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ട് ഇൻ്റർവ്യൂ, ഡെമോൺസ്ട്രേഷന്. ഈ എഴുതി ഇത്രയും നല്ലൊരാളെ നമുക്കൊന്ന് നേരിട്ട് കാണണം അല്ലേ? ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഓവർ. ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? സെക്കൻഡ് സ്റ്റേജ്. എഴുതി പിടിപ്പിച്ച ആള് ഈ ക്വാളിറ്റി നമുക്ക് ഉണ്ടോയെന്ന് അവരെ കാണിക്കണ്ടേ? അവരത് നോക്കാനാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ കയറി ചെല്ലുന്നത് ഇൻ്റർവ്യൂവിലേക്കാണ്. നമ്മൾ നാട്ടിൽ നിന്ന് വന്ന പോലെ ഇതുപോലൊരു ചുരിദാർ ഇട്ടങ്ങ് കയറി ചെല്ലാൻ പറ്റുമോ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലേക്ക്? പറ്റില്ല. നമ്മൾ ഒരു നാടിൻ്റെ ഡ്രസ്സ് ഇട്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അതിന് അതിൻ്റെതായ ഫോർമൽ എന്ന് വെച്ച് നിങ്ങൾ ഭയങ്കര ബ്ലേസറൊക്കെ ഇട്ടിട്ട് പോകേണ്ട ഒരു കാര്യമല്ല. നമുക്ക് കംഫർട്ടബിൾ, ബട്ട് അത് എങ്ങനെയുള്ള ഡ്രസ്സാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ മാറ്റിപ്പിടിക്കുക. നിങ്ങളൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ഗ്രൂം ചെയ്യുക. സെൽഫ് ഗ്രൂമിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഒരുപാട് ജോബിന് പോയി അവിടെ നിന്നൊക്കെ എന്നെ റിജക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യമാണിത്. അത് ചെയ്തു, സെൽഫ് ഗ്രൂമിങ് ഒക്കെ ചെയ്തു, നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെല്ലുകയാണ് ഇവരെടുത്ത്. പിന്നെയാണ് ഇൻ്റർവ്യൂ. നമ്മൾ ഇരിക്കുന്നു. ഇൻ്റർവ്യൂവിന് ആ ഗേറ്റ്, നമ്മൾ അവരുടെ ആ ഒരു കമ്പനി സ്കൂളിൻ്റെ ഗേറ്റ് കയറുന്നത് മുതൽ നമ്മൾ ഇൻ്റർവ്യൂവിലാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇൻ്റർവ്യൂവിൻ്റെ മുമ്പുള്ള സെൽഫ് ഗ്രൂമിങ് പ്രിപ്പറേഷന് ഇത് അതിൻ്റെ മുമ്പ് ചെയ്യണം. അത് കഴിഞ്ഞ് ഗേറ്റ് കയറി അതിൻ്റെ അവരിങ്ങോട്ട് എൻട്രി ചെയ്യുന്നത് വരെയുള്ളൊരു കാര്യം എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് അവരെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇതൊന്നും നമ്മൾ പൊതുവെ ശ്രദ്ധിക്കില്ല. ഇതൊക്കെ മതി നമ്മുടെ ജോബ് നമുക്ക് നഷ്ടമാവാൻ. 100 കണക്കിന് കാൻഡിഡേറ്റ്സിനെ കിട്ടുന്ന കോമ്പറ്റീറ്റീവ് വേൾഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്തുനിന്ന് നമ്മൾ ഇൻ്റർനാഷണലി വരുമ്പോൾ ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള ആളുകൾ വന്നിട്ട് ഡിഗ്രീസിന് ഒരു കുറവുമില്ല. അപ്പം അതിൽ നിന്ന് നമുക്ക് സ്പെഷ്യൽ എന്താണുള്ളത് അതാണ് നമ്മൾ അവരെ കാണിക്കേണ്ടത്. ഇൻ്റർവ്യൂവിന് പോകുന്നു, അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ChatGPT-യിൽ നോക്കിയാലോ
ഗൂഗിളിൽ നോക്കിയാലോ കിട്ടാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ്. അതെന്താണ്? 2007 മുതൽ 2025 ഞാൻ എത്തി നിൽക്കുമ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ക്വസ്റ്റ്യൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് എന്നിൽ നിന്ന് മാത്രം എനിക്ക് കിട്ടിയല്ല, ഞാൻ ജോബിന് ഓരോ ആളുകളെ ഞാൻ പറഞ്ഞു വിടും. ഓരോരുത്തരെ ഞാൻ ഓരോ സ്കൂളിലേക്ക്, അമേരിക്കൻ, ബ്രിട്ടീഷ്, എത്യോപ്യ, എരിത്രിയ, ഇറ്റാലിയൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, ഡിഫറെൻറ്റ് ഇൻ്റർനാഷണൽ സ്കൂൾസിൽ പോകുമ്പോൾ ഡിഫറെൻറ്റ് ഇൻ്റർവ്യൂ എക്സ്പീരിയൻസ് ആണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് അവർ തന്നതും കൂടെ കളക്ട് ചെയ്ത് ഒരു ബണ്ടിൽ ഓഫ് കാര്യങ്ങൾ നമ്മുടെ കയ്യിലിരിക്കുക. ഇതും നമുക്ക് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ നമുക്ക് യൂസ്ഫുള്ളായി. ഇതേ കാര്യം നമ്മുടെ ട്രെയിനിങ് ക്ലാസ്സിലേക്കും നമ്മൾ കൊടുത്തു. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവസാനം അവർ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഡു യു വാണ്ട് ടു ആസ്ക് എനി ക്വസ്റ്റ്യൻ ടു അസ്? അങ്ങനെയൊന്നുമില്ല. അങ്ങനെ നിൽക്കാൻ പറ്റുമോ? നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ നിൽക്കൂല. നമുക്ക് അവരോട് ചോദിക്കാം. നമ്മൾ പ്രൊഫഷണൽ എംപ്ലോയീസ് ആണ്, നമ്മൾക്ക് ചോദിക്കാം. നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ടോട്ടൽ നമ്മുടെ CV, കവർ ലെറ്റർ നമ്മളത് സെൻഡ് ചെയ്തത് അവർക്ക് ഇഷ്ടമായി. സെക്കൻഡ് സ്റ്റേജിലെ ഇൻ്റർവ്യൂവിന് കടന്നു വരുന്നത് മുതൽ സെൽഫ് ഗ്രൂമിങ് ഇൻ്റർവ്യൂ സൂപ്പറായിട്ട് നിൽക്കുകയാണ്. അവരെന്നെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നൊരവസ്ഥ. മലയാളിയെ സംബന്ധിച്ച് നമുക്കൊക്കെ ഉള്ളൊരു പ്രോബ്ലമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഇംഗ്ലീഷ്. അവരിങ്ങനെ കൺഫ്യൂസ്ഡ് ആകും. അടിപൊളിയാണ്, പക്ഷേ കമ്മ്യൂണിക്കേഷൻ വളരെ പുവർ കമ്മ്യൂണിക്കേഷൻ. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അവർ നമ്മളെ ഹയർ ചെയ്യുക. നമ്മളോട് സാലറി ചോദിക്കുമ്പോൾ നമ്മൾ വലിയ സാലറി ചോദിക്കുന്നില്ല, കാരണം നമുക്ക് എൻട്രി വേണം. അതിനുള്ള എല്ലാ ഐഡിയാസും പറഞ്ഞു തരുന്നുണ്ടല്ലോ അല്ലേ? അത് വെച്ചിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ ഇവർ ഓക്കെ, നമുക്കവരൊന്ന് എടുത്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് പെർഫോമൻസ്. നമ്മുടെ പാരൻസും കുട്ടികളും അവർ ഈ ടീച്ചറെ കൊണ്ട് ഹാപ്പിയാണോ നോക്കാം, അല്ലെങ്കിൽ കമ്പനിക്ക് ഇത് വേണോ നമുക്ക് നോക്കാം. അതിനു വേണ്ടി അവർ വെക്കുന്ന ഒരു ട്രാപ്പാണ് പ്രൊബേഷൻ പീരീഡ്. 3 to 6 months. ചിലർ 3 months പറയും, ചിലർ 6 months. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് അങ്ങോട്ട് കൺഫേം ആക്കണമെങ്കിൽ ഇനിയും ടൈം വേണം. വിശ്വാസം വരുന്നില്ല, ഈ ആളെ നമ്മുടെ ടീമിൻ്റെ കൂടെ വേണം, നമ്മുടെ ഒരു എംപ്ലോയി ആയിട്ട് ആൾ വേണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇതാണ് നമ്മുടെ ടൈം. ഇംഗ്ലീഷ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുമോ? എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഓരോ സ്റ്റെപ്പുകളും നമ്മൾ നോക്കിയിട്ട് വേണം പോകാൻ. ഫസ്റ്റ് ഡേ നമ്മൾ പോകുമ്പോൾ അവിടെ വേറെ എംപ്ലോയീസ് ഉണ്ടാകും, അവരെന്തോ ആയിക്കോട്ടെ. നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് നമ്മൾ പറയുന്ന ടിപ്പ്, അത് മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാം. അതുപോലെ വീക്ക് 1, വീക്ക് 2, വീക്ക് 3, വീക്ക് 4 അവർക്ക് നമ്മുടെ പെർഫോമൻസിലൂടെ നമ്മൾ കാണിക്കുകയാണ് നമ്മൾ ആരാണ്, നമ്മുടെ വർക്ക് എങ്ങനെയാണ്. അവർ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് അവർക്ക് കൊടുക്കുന്ന ഔട്ട്കം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അവിടുത്തെ മോസ്റ്റ് വാണ്ടഡ് എംപ്ലോയി എന്നുള്ളൊരു ലേബലിലേക്ക് എത്തണം. പ്രൊബേഷൻ പീരീഡിൽ അവർ അത് സൈൻ ചെയ്ത് നമുക്ക് പെർമനൻ്റ് ലെറ്റർ തരുന്ന സമയത്ത് നമ്മൾ മാത്രം ഹാപ്പി ആയാൽ പോരാ, നമ്മളെക്കാളും ഹാപ്പി ആവണം നമ്മളെ ഇൻ്റർവ്യൂ എടുത്ത് നമ്മൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്, ആ ഒരു കമ്പനിയിലേക്ക് എംപ്ലോയി ആയി എടുക്കുന്ന ആൾ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അത് നിങ്ങൾക്ക് പറ്റും. അങ്ങനെ നിങ്ങൾ അവിടുത്തെ ഒരു മോസ്റ്റ് വാണ്ടഡ് എംപ്ലോയി എന്നുള്ളൊരു ലേബലിലേക്ക് വിതിൻ 3-6 months എത്തുന്നു. അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞോ? ഇല്ല. പിന്നെയാണ് നിങ്ങളുടെ കയ്യിലുള്ള സ്കിൽസിനെ നിങ്ങൾ എടുക്കുന്നു, അവരിലേക്കുള്ള ഓരോ അഡ്വൈസും നിങ്ങൾ കൊടുക്കുന്നു, അഡ്വൈസറി ബോർഡിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അങ്ങനെ പല കാര്യങ്ങളാണ് നമുക്ക് സ്കൂൾ ആൻഡ് കമ്പനിയിൽ ചെയ്യാനുള്ളത്. ഇങ്ങനെ ഒരു കാര്യത്തിന് നിങ്ങൾ എത്ര പേര് റെഡി ആയിട്ടുള്ളവരുണ്ട്? അതായത് CV ഉണ്ടാക്കുന്നത് മുതൽ നമ്മൾ വരുന്നു, ഇൻ്റർവ്യൂ കൊടുക്കുന്നു, ഡെമോൺസ്ട്രേഷൻ കൊടുക്കുന്നു. നമ്മൾ പ്രൊബേഷൻ പീരീഡിലാണ്. ടീച്ചേഴ്സ് ആണെങ്കിൽ നമുക്ക് ടീച്ചിങ് ടൂൾസ്, അവിടെ സ്മാർട്ട് ആവാനുള്ള പല കാര്യങ്ങളും നമ്മൾ പുറത്തെടുക്കണം. അതല്ലേ നമ്മളിലുള്ള സ്പെഷ്യൽ ക്വാളിറ്റി. ഒരുപക്ഷെ നമുക്ക് മറ്റുള്ളവരെക്കാളും സാലറി അവർ തന്നിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ അവർ നമ്മൾ ഒബ്സേർവ് ചെയ്യും, ഇത്രയും സാലറി കൊടുത്ത് ഈ ഒരു എംപ്ലോയി എന്തിനാണ് ഇവിടെ അല്ലേ? ഏതൊരു എംപ്ലോയറും നോക്കി എന്താണ് കോസ്റ്റ് കുറക്കാനാണ്. അതിനിടയിൽ നമ്മൾക്കൊരു ഹയസ്റ്റ് സാലറി കൂടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചലഞ്ച് അത്രക്കും ഉണ്ട്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്. ഇത്രയും ഒരു കാര്യത്തിലേക്ക് എത്താൻ നിങ്ങൾ എത്ര പേര് നിങ്ങൾ റെഡിയുണ്ട്? ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എൻ്റെ ഒരു ലൈഫ് ജേണിയാണ്. സൗദി അറേബ്യയിൽ വന്ന് ഞാനിവിടെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ആരെയും അറിയുന്നില്ല. ബ്രിട്ടീഷ് സ്കൂൾ എന്ന സ്വപ്നം കാണുമ്പോൾ കളിയാക്കലുകളുടെ ഒരു കൂട്ടം ആളുകൾ അല്ലേ? വലിയ വലിയ കാര്യങ്ങൾ ബ്രിട്ടീഷിൽ കിട്ടൂല. ഇന്ന് ആ കളിയാക്കിയവർക്കെല്ലാം ഞാനായിട്ട് അവർക്ക് ജോബ് ശരിയാക്കി കൊടുക്കുന്നു.
അവരും ബ്രിട്ടീഷ് സ്കൂളിൽ എത്തുന്നു. മുമ്പ് പറഞ്ഞിട്ടുള്ള വാക്ക് അവർ തന്നെ സ്വയം മാറ്റിയെടുക്കുന്നു. ഇതുപോലെ ആവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുക, അതിൽ കോൺടാക്ട് ചെയ്യാം. നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, ഇതിൻ്റെ എല്ലാം ട്രെയിനിങ് ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്, മെന്ററിങ് ക്ലാസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ബ്രിട്ടീഷ് സ്കൂളിലേക്ക് അധികം പേർക്കും എത്തിപ്പെടാൻ പറ്റാത്തൊരു കാര്യമാണ് IGCSE ആൻഡ് A-level. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഇത് കൊടുക്കൂല. കാരണം അവർ കുട്ടികളുടെ പാരൻസ് അത്യാവശ്യം ഫീ കൊടുത്തിട്ടാണ് കുട്ടികളെ വിടുന്നത്. അതിനനുസരിച്ചുള്ള ക്വാളിറ്റി അവർ എക്സ്പെക്ട് ചെയ്യുന്നില്ലേ? സ്കൂൾ അപ്പം എന്താണ്? ബെസ്റ്റ് ആണ്. എപ്പോഴും ഏതൊരു സ്കൂളും ബെസ്റ്റ്. എല്ലാവർക്കും ബെറ്റർ അല്ല, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് മതി ആളുകൾക്ക്. അപ്പം നമ്മൾ ബെറ്ററിൽ നിന്നാൽ പോരാ, ബെസ്റ്റിലേക്ക്. അവിടെ എത്തിയാലും അത് നമ്മൾ താഴെ പോവാതെ നമ്മൾ അതിനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, പോളിഷ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഓരോ ട്രെയിനിങ്ങും തരുന്നത്. നമ്മുടെ IGCSE A-level ട്രെയിനിങ് വരുന്നത് ഫെബ്രുവരിയിലാണ്. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് ഈ വരുന്ന 20th നമ്മുടെ CV, കവർ ലെറ്റർ, ഇമെയിൽ, സെൽഫ് ഗ്രൂമിങ്, ഇൻ്റർവ്യൂ ഡിഫറെൻറ്റ് ടൈപ്പ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെ ഇൻ്റർവ്യൂ? ഇൻ പേഴ്സൺ ഉണ്ട്, വെർച്വൽ ഇൻ്റർവ്യൂ ഉണ്ട്, ടെലഫോണിക് ഇൻ്റർവ്യൂ ഉണ്ട്, പിന്നെ നമ്മൾ വീഡിയോ കൊടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ, അതുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഡെമോൺസ്ട്രേഷൻ, ഓൺ ടൈം ഡെമോൺസ്ട്രേഷൻ ഉണ്ട്, പ്രിപ്പയർഡ് ഡെമോൺസ്ട്രേഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് ജോബ് കിട്ടിയിട്ട് പ്രൊബേഷൻ പീരീഡിലുള്ള പല ടിപ്സ് ഉണ്ട്. ടീച്ചിങ് ടൂൾസ് ഏത് കൊടുത്താലാണ് നമുക്ക് സ്മാർട്ട് വർക്കറായിട്ട് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൊടുക്കാൻ പറ്റുന്നത്, അത് നിങ്ങൾക്കറിയണം. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ബാച്ചിൽ കൊടുക്കുന്നത്. അതിൽ ചിലർ എന്നോട് ചോദിക്കുന്നൊരു ഡൗട്ടുണ്ട്, CV ഒക്കെ ഈസി അല്ലേ? നമ്മൾ CV എങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വേർഡോ ക്യാൻവയോ ഉപയോഗിച്ചാൽ നമുക്ക് പറ്റും. ഈ CVയിൽ എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം? ക്വാളിഫിക്കേഷൻ ഉണ്ട്, അഡീഷണൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. പക്ഷെ അത് എങ്ങനെ, എവിടെ കൊടുക്കണം, സ്കിൽസ് എങ്ങനെ കൊടുക്കണം, ഡിക്ലറേഷൻ്റെ ഒരു ആവശ്യമുണ്ടോ? പേഴ്സണൽ ഇൻഫോർമേഷൻ ഫുള്ള് നമ്മുടെ ലൈഫ് സ്റ്റോറി വരെ കാണിക്കേണ്ട ഒരു കാര്യമില്ല. ലാംഗ്വേജ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ടീച്ചർ പിന്നെ ഒരു ലാംഗ്വേജിന് സെപ്പറേറ്റ് ഒരു കോളൊന്നും കാണേണ്ട കാര്യമില്ല. ഏറ്റവും ചുരുക്കി ബെസ്റ്റായിട്ട് നമ്മുടെ പ്രൊഫൈൽ കാണിക്കുന്നതാണ് CV. അപ്പോൾ അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടൻസ് അതിനകത്തേക്ക് ഫില്ല് ചെയ്യണം, എങ്ങനെ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ട്രെയിനിങ് ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നത്. കവർ ലെറ്റർ ഏറ്റവും ഷോർട്ട് ആൻഡ് ബെസ്റ്റ്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാവും. അതിൻ്റെ ക്ലാസ് നമ്മുടെ 10th ബാച്ച് വരുന്നത് ഈ 20th. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ CV നമ്മുടെ ആ ട്രെയിനിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് IG ഒരു A-level ബ്രിട്ടീഷ് സ്കൂളിലെ സബ്ജക്ട് ടീച്ചർ ആവണോ, അതിൻ്റെ ഗൂഗിൾ ഫോമും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് വരുന്നത് നമ്മൾ മെൻറ്ററിങ് പ്രോഗ്രാമാണ്. നമ്മൾ കുറച്ച് പേരെ എടുത്തിട്ട് നമ്മൾ വന്നൊരു വഴികളും നമ്മൾ ആളുകൾക്ക് സപ്പോർട്ട് കൊടുത്തപ്പോൾ കിട്ടിയ ജോബ് ഉണ്ട്. കുറേ പേര് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾ കമ്പനികളിലും ജോബ് കിട്ടിയവർ, സ്വന്തമായിട്ട് ഓൺട്രപ്രണേഴ്സ് ആയിട്ടുള്ളവരുണ്ട് നമ്മുടെ കൗൺസിലിങ്ങിലൂടെ. അപ്പം അതിൽ നിന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കുറച്ച് പേരെടുക്കുക, എന്നിട്ട് അവരുടെ CVയും അവരുടെ ക്വാളിറ്റി എന്താണോ അവരൊന്ന് മനസ്സിലാക്കിയിട്ട് കംപ്ലീറ്റ് ഗൈഡൻസ്, അവരുടെ ഒരു മെൻറ്ററായിട്ട് നിൽക്കുക. എന്നിട്ട് അവരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഒരു ജോബിലേക്ക് അവരെ പിടിച്ചു കയറ്റുക. അതൊരു സ്വപ്നമായിട്ടുള്ളൊരു കാര്യമാണ്. അതും കൊടുക്കാനുള്ളൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗൂഗിൾ ഫോം താഴെ കൊടുക്കും, അതിൽ നിങ്ങൾ വേണ്ടവർ അത് ഫില്ല് ചെയ്യുക. മറക്കണ്ട, നമ്മുടെ ട്രെയിനിങ് ക്ലാസ് 10th ബാച്ച് 20th സ്റ്റാർട്ട് ചെയ്യാണ്. അത് വേണ്ടവർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ജോബ് ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മുടെ ജോബ് ഗ്രൂപ്പ് ഉണ്ട്. നമുക്ക് 25 ജോബ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നമ്മൾ താഴെ ലിങ്ക് കൊടുക്കാം, അതിൽ നിങ്ങൾക്ക് ജോയിൻ ആവാം. ഇനി ഇതല്ല, എനിക്ക് ഓൺലൈൻ ട്യൂഷന് ജോബിന് പോകണ്ട, എനിക്ക് വീട്ടിലിരുന്ന് എന്തെങ്കിലും ചെയ്യണം, അങ്ങനെയുള്ളവർക്ക് നമ്മൾ 4 ട്യൂഷൻ ഗ്രൂപ്പ് ഉണ്ട്, നിങ്ങൾക്ക് അതിൽ ജോയിൻ ആവാം. പിന്നെ നിങ്ങൾക്ക് അഡീഷണൽ ക്വാളിഫിക്കേഷൻ, UK ക്വാളിഫിക്കേഷൻ, TEFL, TESOL, അതുപോലെ ക്ലാസ് റൂം മാനേജ്മെൻറ്റ്, 21st സെഞ്ച്വറിയിൽ ഡിഫറെൻറ്റ് ആഡ് ഓൺ കോഴ്സ് വേണോ, നമ്മുടെ ഗ്രൂപ്പ് താഴെ കൊടുക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ആവാം. ഇനി നിങ്ങൾക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ ഡിഗ്രി, മാസ്റ്റർ ഡിഗ്രി, PhD, PGC ക്വാളിഫിക്കേഷൻ വേണോ, അതിനുള്ള കോഴ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ ഓഫ്ലൈൻ നിങ്ങൾക്ക് കോളേജ് അഡ്മിഷൻ വേണമെങ്കിൽ അതിനും നമ്മുടെ താഴെ ഗ്രൂപ്പ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങൾ താഴെ നിന്ന് ചൂസ് ചെയ്യുക, ജോയിൻ ചെയ്യുക, നമ്മളെ കോണ്ടാക്ട് ചെയ്യുക.
അങ്ങനെ നിങ്ങളും നിങ്ങളുടെ ലൈഫിലെ ഡ്രീം ജോബ് അല്ലെങ്കിൽ ബിസിനസ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും റെഡിയാണല്ലോ? താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ.